അങ്ങനെ അതിരടി സിനിമ കണ്ടു. പ്രീമിയർ ഷോ ആണ് കണ്ടത്. എന്തായാലും അടുത്ത മലയാളത്തിൽ 100 കോടി അത് ഉറപ്പിച്ചു. നല്ല രസമുള്ളൊരു സിനിമ. അതിൽ പ്രധാനമായിട്ടും ബേസിലാണ് ഫുള്ളായിട്ട് 2.25 മണിക്കൂർ പടത്തിലും 2.25 മണിക്കൂർ ബേസിലാണുള്ളത്. ടൊവിനോന്റെ ഒരു ഗെറ്റപ്പ് റോള് ഫസ്റ്റ് ഈ പുള്ളിക്കാരനെ കാണിക്കുമ്പോൾ ഒരു സാധാ ലെവലിൽ കാണിച്ചു. ഞാൻ വിചാരിച്ച എല്ലാ സിനിമയിലും പോലെ തന്നെ ആവും എന്നുള്ളത്. പക്ഷെ സെക്കൻഡ് ഒരു ഇൻട്രോ ഉണ്ടല്ലോ, അയ്യോ റൊമാൻറ്റിഫിക്കേഷൻ. പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും കോളേജ് പാടാണ്. കോമഡി മാത്രമല്ല, പ്രത്യേകിച്ച് ഡബിൾ മീനിങ് ഉള്ള കോമഡികൾ ഇതിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഒക്കെ നാച്ചുറലായിട്ട് പ്യുവറായിട്ട് ഒരു തരം കോമഡിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്നും നമുക്കൊരു ഫാമിലിയായിട്ട് പോയിട്ട് വൾഗറായിട്ടുള്ള ഒരു സീന് പോലോ അല്ലെങ്കിൽ ഒരു കോമഡി പോലെ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം തോന്നിയത്. പിന്നെ ഇതിലെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് ഒക്കെ ഭയങ്കര കണക്റ്റ് ആവും. ഒരു ഏട്ടനനിയോ കോംബോ ഉണ്ട്. ഒരു ഏട്ടന് നമ്മളെ RDXലെ ഈ ഒരു മച്ചാന് അയ്യോ മനസ്സ് കീഴടക്കി കളഞ്ഞു. എന്താ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സൗമ്യ കഥാപാത്രം. നല്ല രസമായിട്ടുണ്ട്. അവർ തമ്മിലുള്ളൊരു കോംബോ അല്ലെങ്കിൽ ഏട്ടൻ അനിയൻ എന്നുള്ള കോംബോ എന്നുള്ള അടിപൊളിയായിട്ടുണ്ട്. ഇമോഷണലൊക്കെ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. അതുപോലെ തന്നെ ഇതിലൊരു ക്യാമിയോ കഥാപാത്രം ഉണ്ട്. ഞങ്ങൾ പ്രീമിയർ ഷോ കണ്ടതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടി. എവിടെയും ലീക്കാക്കാതെ കറക്റ്റ് പ്ലേസിൽ അത് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി. നല്ല രസത്തിൽ ഒരു 5 മിനിറ്റ് നല്ല രസത്തിൽ അത് കൊണ്ടേ അവസാനിപ്പിച്ചു. പക്ഷെ നല്ല രസമായി. നമുക്ക് വളരെ ഒരു സർപ്രൈസ് ആയിപ്പോയി. എല്ലാം കൊണ്ടും പടം ഓക്കെയാണ്. എന്തായാലും ഷുവറായിട്ടും ഫാമിലി അടക്കം പോയി കാണാം. ഫാമിലിയൊക്കെ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമ. എന്തായാലും ജെൻസി കിഡ്സിന് മാത്രമല്ല, ഇപ്പോഴത്തെ തലമുറയ്ക്ക് മാത്രമല്ല, പഴയ തലമുറയ്ക്കൊക്കെ മാച്ച് ആവുന്ന ഒരു തരത്തിലുള്ള ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ബാക്കി തിയേറ്ററിൽ പോയിട്ട് നേരിട്ട് ആസ്വദിക്കുക. എത്രയും പെട്ടെന്ന് പോയി കാണാനാണ് അതിൻ്റെ ഒരു ഭംഗി. കാരണം സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പകുതി പോകും. പക്ഷേ സർപ്രൈസ് പൊളിഞ്ഞിട്ടൊരു പ്രശ്നമില്ല. പക്ഷെ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി നമുക്ക് നഷ്ടപ്പെട്ടു. അത് ഭയങ്കര ഒരു സംഭവമായിപ്പോയി.